So joining me today on Calicut Recharge is Mr. Boni Manuel, International Business Operations Manager, CAN Approve Immigration Services. Good morning, Boni. Good morning. How are you doing? I'm good. അപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോ വന്നിരിക്കുകയാണ്. എത്ര ദിവസമായി വന്നിട്ട്? ഇപ്പോ വന്നിട്ട് ഒരു 1 week ആയി. Okay, how's it back in Kerala? എല്ലാം all good. ഓൾ ഗുഡ് ആണല്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാൻഡമിക് എന്നൊക്കെ നമ്മൾ ഏകദേശം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എല്ലാ സിറ്റുവേഷനും ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പോയിൽ പോകാനുള്ള അവസരം കിട്ടിയിരുന്നോ? ഇല്ല, പോകുന്നുണ്ട്. ഞങ്ങള് വിസിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഐ എം ഷുവർ ബോണി, ഇപ്പം കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിന് കുറെ സംശയങ്ങൾ ഉണ്ടായിരിക്കും മനസ്സിൽ. വെൻ ഇറ്റ് കംസ് ടു ഇമിഗ്രേഷൻ, there are little apprehensions. എന്താണ് പ്രൊസീജിയർ, ആരെയാണ് നമ്മൾ എക്സാക്ട്ലി കോൺടാക്ട് ചെയ്യേണ്ടത്? ഒരു ഇമിഗ്രേഷൻ സർവീസിന് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിനെ നമ്മളിപ്പോൾ കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കനേഡിയൻ പെർമനന്റ് റെസിഡൻസ് നോക്കാൻ സമയത്ത്, PR നോക്കുന്ന സമയത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിനെ നോക്കുമ്പോൾ അവര് ആദ്യം തന്നെ അതൊരു ഓതറൈസ്ഡ് ആണോ നോക്കണം. ഓതറൈസ്ഡ് ആണോ നോക്കുന്നത് കാനഡ ഇമിഗ്രേഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 2 വ്യക്തികൾക്കാണ് അതിനുള്ള അധികാരമുള്ളത്. ഒന്ന് കനേഡിയൻ അറ്റോർണീസ് ആയിരിക്കണം, അല്ലെങ്കിൽ കനേഡിയൻ ICCRC മെമ്പേഴ്സ് എന്ന് പറയും, ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് ഓഫ് കനേഡിയൻ റെഗുലേറ്ററി കൗൺസിൽ. അപ്പൊ ഈ 2 വ്യക്തികൾക്കാണ് കാനഡ ഇമിഗ്രേഷൻ റെപ്രസെന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. അപ്പൊ ഒരു ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ആണ് നമ്മളുടെ ആപ്ലിക്കേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നോക്കണം. അതിന് നമ്മൾക്ക് ഓൺലൈനിൽ തന്നെ പോയിട്ട് ICCRC മെമ്പേഴ്സിന് ചെക്ക് ചെയ്യാം. ഇനി ചില കമ്പനീസിന് അവര് പാർട്ട്ണർ ചെയ്ത് ICCRC മെമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പൊ CAN Approve-നൊക്കെ എന്ന് വെച്ചാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ICCRC മെമ്പറാണ് ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ ഓൺലൈനിൽ നിങ്ങൾ പോയി CAN Approve-ന്റെ നെയിം, കമ്പനി നെയിം ICCRC-യുടെ സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ICCRC മെമ്പറിന്റെ ഡീറ്റെയിൽസ് വരും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി CAN Approve-ന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ CAN Approve എന്ന് പറഞ്ഞ കമ്പനി തന്നെ ഹെഡ് ചെയ്യുന്നത് 2 ലോയേഴ്സ് ആണ്. കമ്പനിയുടെ ഡയറക്ടേഴ്സ് തന്നെ ഒരു ലീഗൽ സൈഡാണ് നമ്മൾക്കുള്ളത്. അപ്പൊ അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയും കൂടി CAN Approve-ന് ഉണ്ട്. അപ്പൊ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം ഓതറൈസ്ഡ് ആണ് കമ്പനി എന്ന്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സൈൻ ചെയ്യുന്ന കോൺട്രാക്ട് ഒരു ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ആയിട്ടാണോ നിങ്ങൾ സൈൻ ചെയ്യുന്നതെന്നും കൂടി നോക്കണം. ICCRC-യുടെ ഗവൺമെന്റ് വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ ആക്റ്റീവ് ആണെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പർ ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. കാരണം എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു കൺഫ്യൂഷൻ ഇത് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ആളുടെ അടുത്താണോ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. ആഫ്റ്റർ യു ഗിവ് മണി ദർ ഇസ് നോ പോയിന്റ് ഇൻ ടേണിംഗ് ബാക്ക് ഓഫ് കോഴ്സ്. ബട്ട് ഓഫ് കോഴ്സ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറെ ഏജൻസീസ് ഉണ്ടായിരിക്കും. ബട്ട് വൈ ഷുഡ് സംവൺ കം ടു CAN Approve ഇമിഗ്രേഷൻ സർവീസസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ CAN Approve ഹെഡ് ചെയ്യുന്നത് തന്നെ 2 ലോയേഴ്സ് ആണ്. ഇപ്പൊ CAN Approve-ന്റെ ഡയറക്ടർ, ഇപ്പൊ ഞാൻ ഒത്തിരി കമ്പനീസിനെ നോക്കിയാലും അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വേറൊരു കമ്പനിയിലും കാണുന്നില്ല. അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ CAN Approve ഒരു കനേഡിയൻ ഇമിഗ്രേഷൻ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ആണ് CAN Approve-ന്റെ ഫയലെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ റെപ്രസെന്റേഷൻ ഒരു വെയിറ്റേജ് ഉണ്ട്. ഇപ്പൊ സാധാരണ ഒരു ലോക്കൽ ഏജൻസി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ക്ലയന്റിനെ എടുക്കും, അവരൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യും, അതിനകത്ത് ഒരു യൂസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഫോം ഉണ്ടാവും, അത് വെക്കില്ല. ക്ലയന്റിന്റെ അഡ്രസ്സും ക്ലയന്റിന്റെ പേരിലും ക്ലയന്റിന് വേണ്ടി ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ലോക്കൽ ആയിട്ടുള്ള ഏജൻസി ചെയ്യുന്നത്. ഒരു ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് മുഖാന്തരം ഫയൽ ചെയ്യുമ്പോൾ ഈ ICCRC മെമ്പേഴ്സ് അല്ലെങ്കിൽ കനേഡിയൻ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സിന് അവർക്ക് അവരുടേതായ ഒരു ഓൺലൈൻ പോർട്ടൽ തന്നെയുണ്ട്. അതിലൂടെയാണ് ഈ ഫയലിംഗ് തന്നെ നടക്കുന്നത്. അപ്പൊ വ്യത്യാസമുണ്ട്. നമ്മൾക്കൊരു വെയിറ്റേജ് നമ്മുടെ ആപ്ലിക്കേഷന് ആ റെപ്രസെന്റേഷന് കിട്ടും. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ CAN Approve ഇപ്പോ ഒരു 23 years എബവ് ആയി ഈ ഒരു ഇൻഡസ്ട്രിയിൽ. പിന്നെ CAN Approve-ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വി വോണ്ട് ആക്സെപ്റ്റ് എനിത്തിങ് ഫേക്ക് ഓർ വി വോണ്ട് ഡു എനിത്തിങ് ഇല്ലീഗൽ. സോ അങ്ങനത്തെ ഒരു ഡോക്യുമെന്റ്സോ അങ്ങനത്തെ ഒന്നും CAN Approve എടുക്കില്ല. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റേഷൻ ടീമിലും കൂടുതലും നമ്മൾ ലോയേഴ്സിനാണ് പ്രിഫറൻസ്. ഡോക്യുമെന്റേഷൻ ടീമും ഹെഡ് ചെയ്യുന്നത് ലോയർ തന്നെയാണ്. അപ്പൊ അതിനകത്തൊരു വ്യത്യാസമുണ്ട് CAN Approve വഴി ഓരോ ആപ്ലിക്കേഷൻസും ഫയൽ ചെയ്യുമ്പോൾ. അപ്പൊ the process basically becomes faster, അല്ലേ? സ്പീഡൻസ് അപ്പ്. ഫാസ്റ്റ് അല്ല, അതിനകത്ത് എന്താ പറയാ, ഇപ്പൊ ഒരു ലോക്കലായിട്ട് ഒരു ഏജന്റിന്റെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോ ആ ആള് പറയും നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേക്ക് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ അതിനൊക്കെ ഒത്തിരി പ്രോബ്ലംസ് പിന്നീട് വരും. കാരണം ആളുകൾക്ക് ബാൻ വരെ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളൊരു ലീഗൽ എക്സ്പെർട്ടൈസ് വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതാണ് ശരിക്കും ഏറ്റവും വലിയൊരു വ്യത്യാസം. ഇനിയിപ്പോ കാനഡയിലേക്ക് ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ വാട്ട് ഈസ് ദി ഐഡിയൽ ഏജ് ഫോർ സംവൺ ടു ലുക്ക് into Canada? ആക്ച്വലി ഒരു ഏജ് ബാരിയർ ഇല്ല കാനഡ ഇമിഗ്രേഷന്. ഇപ്പോ നമ്മളുടെ ഏജ് ഒരു 35-ന് മുകളിലായി കഴിഞ്ഞാൽ ഏജിന്റെ പോയിന്റ്സ്
കുറഞ്ഞു വരുന്നേ ഉള്ളൂ. പക്ഷേ അത് 0 ആയി കഴിഞ്ഞാൽ പിന്നീട് നെഗറ്റീവ് പോയിന്റ്സ് ഇല്ല. അപ്പൊ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഒരു 40 years ആയാൽ എനിക്ക് ഇമിഗ്രേഷൻ കിട്ടോ ഇല്ല എന്നുള്ള. പക്ഷേ ഒത്തിരി ആളുകൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പൊ കൂടുതലും കാനഡ നോക്കുന്നത് തന്നെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസ് വഴിയുള്ള ഇമിഗ്രേഷൻസ് ആണ് കൂടുതൽ നോക്കുന്നത്. അപ്പൊ ഏജ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫാക്ടർ ഇല്ല. ആകെ നോക്കേണ്ടത് അവരുടെ എലിജിബിലിറ്റി, അതായത് ഒരു 67 പോയിന്റ് ഗ്രിഡ് ഉണ്ട്. ആ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് അതിനൊരു 6 ഫാക്ടേഴ്സ് ഉണ്ട്. ആ 6 ഫാക്ടേഴ്സ് വെച്ചിട്ട് ആ പോയിന്റ്സ് വെച്ച് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ തന്നെ പലതരത്തിൽ ഇമിഗ്രേഷൻ ഉണ്ട്. നോർമലി എല്ലാവരും നോക്കുന്നത് എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞ ഇമിഗ്രേഷനിലോട്ടാണ്. അപ്പൊ എക്സ്പ്രസ് എൻട്രിയിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ക്വാളിഫൈ ആവുന്നു. എക്സ്പ്രസ് എൻട്രി നേരിട്ട് കിട്ടാത്ത ക്ലയൻസിന് വേണ്ടി ഇപ്പൊ ഞാൻ കാനപ്രൂവിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു സെപ്പറേറ്റ് PNP വിങ് തന്നെയുണ്ട്. PNP മീൻസ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം. അപ്പൊ ഡയറക്റ്റ് സെലക്ഷൻ കിട്ടാത്ത ഏതൊരാൾക്കും പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസ് അപ്രോച്ച് ചെയ്യണം. ഇപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഒണ്ടേരിയോ എന്ന് പറഞ്ഞ പ്രൊവിൻസ് ഒത്തിരി IT പ്രൊഫഷണൽസിന് എടുത്തിട്ടുണ്ട്. ന്യൂ ബ്രോൺസ്വിക് എന്ന് പറഞ്ഞ പ്രൊവിൻസ് ഒത്തിരി എടുക്കുന്നുണ്ട്. അങ്ങനെ പല പ്രൊവിൻഷ്യൽ പ്രോഗ്രാംസും നമ്മൾ ഓരോന്ന് നോക്കി ഞങ്ങൾക്ക് അതിനൊരു സെപ്പറേറ്റ് വിങ് നമ്മൾക്ക് ഇപ്പൊ കാനഡയിലായാലും ദുബായിലായാലും ഞങ്ങൾക്ക് അതിനു വേണ്ടിയുണ്ട്. അപ്പൊ പോയിന്റ്സ് കുറഞ്ഞാലും നമ്മൾക്ക് കിട്ടായികയില്ല. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ നമ്മൾക്ക് അതിനുള്ള ഔട്ട്കം അറിയാൻ പറ്റുള്ളൂ. ഏജിന് ഒരു ഫാക്ടർ വരുന്നില്ല അവിടെ. 40 മുകളിലായാലും you don't need to lose hope, അല്ലേ? There are still opportunities and chances for that. And also another very common doubt would be that, can you take your parents along there? കാരണം പലരുടെയും അച്ഛനമ്മമാര് നാട്ടിലായിരിക്കും. അപ്പൊ അവരുടെ പേരൻസിനെ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ കാനഡ ഇമിഗ്രേഷൻ നോക്കുന്ന സമയത്ത്? പാരന്റ്സിനെ കൊണ്ടുപോകാനായിട്ട് ഒത്തിരി വഴികളുണ്ട്. ഒന്ന്, പാരന്റ്സിന് സൂപ്പർ വിസ ചെയ്യാം. സൂപ്പർ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കാനഡയില് നമ്മളിപ്പോ PR ആണെങ്കിൽ ഇപ്പൊ എന്റെ പാരന്റ്സിനെ എനിക്ക് സൂപ്പർ വിസയിൽ എടുക്കാം. അതിന് 10 years വാലിഡിറ്റി ആണ് സൂപ്പർ വിസ ഒക്കെ ഉള്ളത്. അപ്പൊ 10 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി അനുസരിച്ച് മതിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ പാസ്പോർട്ട് എക്സ്പയർ ആവാൻ ഒരു 5 years ഉള്ളൂ. പാരന്റ്സിന്റെ പാസ്പോർട്ട് എക്സ്പയർ ആണ്. അപ്പൊ ആ 5 yearsലോട്ട് ആ വിസ തരും. ഓൺലി തിങ് ഇസ് നമ്മൾക്ക് 2 years കൂടാൻ നേരത്ത് നമ്മൾ എക്സിറ്റ് ചെയ്ത് എൻട്രി ചെയ്യണം തിരിച്ച്. അതൊരു മാർഗം സൂപ്പർ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അടുത്ത മാർഗം പാരന്റ്സിനെ സ്പോൺസർ ചെയ്യാം. സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് PR ആവാം. പാരന്റ്സിന് PR ആവാം. അത് ഇപ്പൊ 2 പേരുണ്ട്. ഇപ്പൊ ഹസ്ബൻഡും വൈഫും കാനഡയിൽ ഉണ്ടെങ്കിൽ അവരുടെ 2 പേരുടെ പാരന്റ്സിനെയും നമ്മൾക്ക് PR ആയിട്ട് സ്പോൺസർഷിപ്പ് പ്രോസസ് ഉണ്ട്. അപ്പൊ അതിനുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈക്കോ, അതായത് ലോ ഇൻകം കട്ട് ഓഫ് ഉണ്ട്. ആ ഇൻകം കട്ട് ഓഫ് മീറ്റ് ചെയ്യണം അവർക്ക് പാരന്റ്സിനെ സ്പോൺസർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ പാരന്റ്സിന് പല രീതിയിലും നമ്മൾക്ക് കാനഡ എത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കാനഡയിൽ നമ്മൾക്ക് ഒരു 60 years എബവ് ആണെങ്കിൽ അവർക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. $1,000 അവർക്ക് എവറി മന്ത് ഈ പാരന്റ്സിന് കിട്ടും. അപ്പൊ അവരുടെ ലിവിങ്ങിന് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സ്പോൺസർ ചെയ്ത് കാനഡയിൽ PR ആയി കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ അതൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. അങ്ങനെയാണ് പാരന്റ്സിനെ എല്ലാവരും കൊണ്ടുപോകാനായിട്ട് നോക്കുന്നത്. ഈവൻ ഫോർ ചിൽഡ്രൻ there are benefits, അല്ലേ? ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അത് കാനഡ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് ഹെൽത്ത് കെയർ ബെനിഫിറ്റ്. ഇറ്റ് ഈസ് ഫ്രീ ഹെൽത്ത് കെയർ ടു എവ്രിവൺ, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൗ പുവർ ഓർ ഹൗ റിച്ച് യു ആർ, യു ഗെറ്റ് ഫ്രീ ഹെൽത്ത് ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾക്കൊരു ഹെൽത്ത് കാർഡ് ഉണ്ടാവും. ആ ഹെൽത്ത് കാർഡ് വെച്ചിട്ട് നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. അതാണ് ഏറ്റവും വലിയൊരു. ഇപ്പൊ കാനഡ ബാക്കി ഇപ്പൊ ഏത് കൺട്രിയിലായാലും ഇപ്പൊ നമ്മള് US-ലായാലും എവിടെയായാലും നമ്മളൊരു ഇൻഷുറൻസ് എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഫ്രീ ഹെൽത്ത് കെയർ കിട്ടുന്നുള്ളൂ. പക്ഷെ കാനഡക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾക്ക് ആ ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫ്രീ ട്രീറ്റ്മെന്റ് എടുക്കാം. അതുപോലെ തന്നെ ഫ്രീ ഹെൽത്ത് കെയർ സിസ്റ്റം ഫോളോ ചെയ്യുന്ന വേറൊരു കൺട്രിയാണ് ഡെൻമാർക്ക്. ഡെൻമാർക്ക് ആൻഡ് കാനഡ ഫോളോസ് ദ സെയിം സിസ്റ്റം. ദേ ഹാവ് ഫ്രീ ഹെൽത്ത് കെയർ സിസ്റ്റം. വേറെ ഒന്നും വേണ്ട, ഫോർ എവ്രിവൺ. അതൊരു PR ആണെങ്കിൽ ഇഫ് ദേ ആർ പെർമനന്റ് റെസിഡന്റ് ഓഫ് ദാറ്റ് കൺട്രി അവർക്ക് ആ ബെനിഫിറ്റ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ സ്കൂളിംഗ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫോർ ചിൽഡ്രൻ. അതുപോലെ തന്നെ there is something called child tax benefit. Child tax benefit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ each child you have you get around $500 to $520 ഓരോ പ്രൊവിൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എവറി മന്ത്. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ഉണ്ട്. എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിയിലിരുന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ they will provide you 70% of the salary, around 70% of the salary which you are getting, and that is for the 1 year. അത് ലൈഫിൽ ഒരു 1 yearലോട്ടാണ് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അതാണ് നമ്മൾക്ക് കാണാം. ചില ഒരു 1 year അവര് എംപ്ലോയ്മെന്റ് ഇൻഷുറൻസിലായിരിക്കുള്ളൂ. അവര് ചിലപ്പോ ഒരു വേൾഡ് ടൂറിനൊക്കെ പോകും. അത് ഈസിയാണ്, കാരണം അവർക്ക് ആ സാലറി വരുന്നുണ്ട്. അതാണ് എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി ഞാൻ പറഞ്ഞു, ഒന്ന് പാരന്റ്സിന്റെ പെൻഷൻ അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾ കാനഡയിൽ ചെന്നിട്ട് ഇപ്പോ
നമ്മൾ പറയണ ഇപ്പൊ നമ്മൾക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സിംഗിൾ മദേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് 1 ഇയറിലോട്ട് $1,000 എവറി മന്ത് അവർക്ക് കൊടുക്കും. എവറി മന്ത്. അത് ഈ 2 ബെനിഫിറ്റും, എംപ്ലോയ്മെന്റ് ഇൻഷുറൻസും ഈ സോഷ്യൽ സെക്യൂരിറ്റി 1 ഇയറിലോട്ട് കിട്ടുന്നതും ലൈഫിൽ ഒരിക്കൽ കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. അത് 1 വർഷത്തേക്ക് ഗവൺമെന്റ് കൊടുക്കും. അത് തിരിച്ചവര് അടക്കേണ്ടതും ഇല്ല. അപ്പൊ അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് കാനഡ ഇതേപോലെ പ്രൊവൈഡ് ചെയ്യും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെയും കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. Definitely, that's exactly why people look at Canada to, when it comes to migration. So if someone's IELTS score is low, അവർക്ക് കാനഡയിലേക്ക് പോവാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അവർക്ക് ഈ ജോലി കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം വരുമോ? അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾക്ക് ഒത്തിരി പ്രോഗ്രാംസ് ഇമിഗ്രേഷൻ ഉണ്ട്. അപ്പൊ നോർമലി ഉള്ള ഒരു ഫെഡറൽ സ്കിൽ മൈഗ്രേഷന് അതിന് മെയിൻ ആയിട്ടുള്ള 2 റിക്വയർമെന്റ്സ് ആണ്. ഒന്ന്, യു നീഡ് ടു ഹാവ് 6 in IELTS ഫോർ ഈച്ച് ബാൻഡ്. അതിന് IELTS ജനറൽ IELTS ആണ് കാനഡ ഇമിഗ്രേഷന് വേണ്ടത്. ഒത്തിരി ആൾക്കാർ അക്കാഡമിക് ചെയ്തിട്ട് ഇമിഗ്രേഷൻ അപ്ലൈ ചെയ്ത് റിജക്ഷൻ വാങ്ങിക്കും. അതുപോലെ തന്നെ IELTS പോലെ തന്നെ ഒരു എക്സാം ആണ് സെൽപിപ്പ്. അത് കാനഡയുടെ ഉള്ളിലും ഈവൻ ഒത്തിരി കൺട്രീസിൽ ഇപ്പൊ സെൽപിപ്പ് ഉണ്ട്. ഈ 2 എക്സാം ഏതെങ്കിലും എഴുതിയാൽ മതി. അപ്പൊ IELTS ആണെങ്കിൽ നമ്മൾക്ക് ഈച്ച് ബാൻഡ് 6 എന്തായാലും വേണം. ഒരു ബാൻഡിലും 6ൽ താഴരുത്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്, യു നീഡ് ടു ഹാവ് 1 year ഓഫ് കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഇൻ ദ കാറ്റഗറി വിച്ച് യു ആർ അപ്ലൈയിങ് ഫോർ. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാറ്റഗറിയിൽ 1 year കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് ലാസ്റ്റ് 10 years. അതാണ് 2 മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിനുശേഷം ഒരു 2 വർഷത്തെ ബ്രേക്ക് വന്നുവെങ്കിൽ ചെയ്യാവുന്ന? ഇല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മൾക്ക് ലാസ്റ്റ് 10 years എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ചെക്ക് ചെയ്യുന്നത്. അത് 67 പോയിന്റ് ഗ്രിഡിൽ അങ്ങനെയാണ്. അതേസമയം വെൻ ഇറ്റ് കംസ് ടു എക്സ്പ്രസ് എൻട്രി, എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ 67 പോയിന്റ്സിന്റെ ഒരു ഓൺലൈൻ കൺവേർഷൻ എന്ന് പറയാം. അപ്പൊ എക്സ്പ്രസ് എൻട്രിയിലോട്ട് വരാൻ നേരത്ത് നമ്മൾക്ക് 5 years എക്സ്പീരിയൻസ് ആണ് അവിടെ എടുക്കുന്നത്. അപ്പൊ അതിലും മാക്സിമം എക്സ്പ്രസ് എൻട്രിയിൽ 3 years ആണ് മാക്സിമം എക്സ്പീരിയൻസ് പോയിന്റ്സിന് കൊടുക്കുന്നത്. ഓക്കെ. ഇനിയിപ്പം കാനഡയിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം മിക്കവരും അപ്ലൈ ചെയ്യുന്നു, അവിടെ പോകുന്നു, അവിടെ എത്തിയിട്ടാണ് പിന്നെ ജോലി നോക്കുന്നത്. പക്ഷേ ഇസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് എ ജോബ് ഓഫർ ഓൾറെഡി ആൻഡ് ദെൻ യു ഗോ? ബിക്കോസ് ദാറ്റ്സ് ലൈക്ക് സോർട്ട് ഓഫ് എ സെക്യൂരിറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു ജോലി ഉണ്ടാവും എന്നറിയാലോ. അത് ഇതിലാണ് ഒത്തിരി ആളുകളിന് പറ്റിക്കപ്പെടുന്നതായിട്ടും ഇതെല്ലാം നമ്മൾ കാണുന്നത്. കാരണം ഒത്തിരി കമ്പനീസ് പറയും കാനഡയിൽ ഇങ്ങനെ ഒരു ജോലിയുണ്ട്, അവിടെ ഇന്ന കാറ്റഗറിയിൽ ജോലിയുണ്ട്, നിങ്ങൾക്ക് അതിനൊരു ജോബ് ഓഫർ കിട്ടും, അതിന് യു പേ ആസ് ദിസ് മച്ച്, ഇറ്റ് വിൽ ബി എ ലംസം എമൗണ്ട്. അപ്പോ അങ്ങനെ പറയാൻ നേരത്ത് നമ്മള് ആ കമ്പനീനെ നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ഉണ്ടാവും. അപ്പൊ വേക്കൻസി ഉണ്ടാകുന്ന നോക്കിയാൽ അവിടെ ആ വേക്കൻസി ഉണ്ടാവും. പക്ഷെ നമ്മൾക്കൊരു ഓഫർ ലെറ്റർ മാത്രം കിട്ടിയത് കൊണ്ട് അവിടെ ജോലി കിട്ടണമെന്ന് അല്ലെങ്കിൽ അവിടെ എത്തപ്പെടണം എന്നില്ല. ഈ ഓഫർ ലെറ്റർ ഇപ്പൊ ഒരു അറ്റ്ലാന്റിക് പ്രൊവിൻസസ് അല്ലാതെയുള്ള പ്രൊവിൻസസ് നിന്നാണ് നമ്മൾക്ക് ഒരു ഓഫർ. ഒരു എക്സാമ്പിൾ നമുക്ക് ഒണ്ടേരിയോ ഒരു ഓഫർ ലെറ്റർ കിട്ടി. ആ ഓഫർ ലെറ്റർ നമ്മളുടെ ഗവൺമെന്റ് അവിടെ അപ്രൂവ് ചെയ്യണം. അത് അവിടുത്തെ സ്കിൽ ഷോർട്ടേജ് ഉണ്ട്, അവിടെ ഇതിനെ പറ്റിയ ആളുകളില്ല. അത് ഗവൺമെന്റിൽ അപ്രൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് LMIA, ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ്. അപ്പൊ ഈ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് നമ്മൾക്കത് അപ്രൂവ് ചെയ്ത് കിട്ടണം ഗവൺമെന്റിന്. അങ്ങനെ LMIA കിട്ടിയ ഒരാൾക്ക് ആ LMIA വെച്ചിട്ട് ഇപ്പൊ കാനഡയുടെ പുറത്ത് എവിടെ നിന്നാണോ അവിടെ നിന്ന് വർക്ക് പെർമിറ്റിന് പ്രോസസ് ചെയ്യണം. അപ്പൊ ഈവൻ വർക്ക് പെർമിറ്റിന് പ്രോസസ് ചെയ്യുമ്പോഴും ആ വിസ ഓഫീസർ എന്താ പറയാ, അതും റെഗുലേറ്ററി അല്ല. വിസ ഓഫീസറിന് അവിടെ വേണമെങ്കിൽ ഡിസഗ്രി ചെയ്യാം, റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇതിനെല്ലാം ഒത്തിരി ടൈം ഡ്യൂറേഷൻ എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ എപ്പോഴും എംപ്ലോയേഴ്സ് നോക്കുന്നത് അവർക്ക് പെട്ടെന്ന് ഹയർ ചെയ്യണം, അങ്ങനെയാണ് എപ്പോഴും കൂടുതൽ നോക്കുന്നത്. അൺലെസ് എന്താ പറയാ ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറീസ് മാത്രമേ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പൊ LMIയുടെ പ്രോസസ് ഹെക്ടിക് ആണ്. കാരണം എംപ്ലോയർ അതിന് ഏകദേശം ഒരു $2,500 അവിടെ അടക്കണം, എന്നിട്ടൊക്കെയാണ് LMI ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുന്നവര് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പൊ ക്യാൻ അപ്രൂവലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ LMI പ്രോസസ് ചില ക്ലയൻസിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അത്ര പ്രിക്വേഷൻ എടുത്തിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. അതേസമയം ഇപ്പൊ അറ്റ്ലാന്റിക് പ്രൊവിൻസസ് ഉണ്ട്. അറ്റ്ലാന്റിക് പ്രൊവിൻസസിൽ ഈ പറയുന്ന LMIയുടെ ഒരു പ്രോസസ്സ് വരുന്നില്ല. അവിടെ നിന്ന് ഒരു ജോബ് ഓഫർ ഉണ്ട്. അവിടെ നിന്ന് എംപ്ലോയർ നമ്മൾക്ക് എൻഡോഴ്സ്മെന്റ് ലെറ്റർ എന്ന് പറയും, എൻഡോഴ്സ്മെന്റ് ലെറ്റർ തരാൻ റെഡി ആണെങ്കിൽ നമ്മൾക്ക് അത് വെച്ചിട്ട് ഈ എക്സ്പ്രസ് എൻട്രിയിലൂടെ അല്ലാതെ തന്നെ വേണമെങ്കിൽ PR അപ്ലൈ ചെയ്യാം. അതാണ് എല്ലാവരും ഇപ്പോ AIPP അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ അതിലൊരു എംപ്ലോയർ നമ്മൾക്ക് വേണം. എംപ്ലോയർ അതിന് വില്ലിങ് ആവണം. ആ എംപ്ലോയറിന്റെ അടുത്ത് നിന്ന് നമ്മൾക്കൊരു ജോബ് ഓഫർ വേണം. ആ എംപ്ലോയർ നമ്മൾക്കൊരു എൻഡോഴ്സ്മെന്റ് ലെറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്രസ് എൻട്രി അല്ലാതെ തന്നെ നമ്മൾക്ക് PR അപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ മാത്രം വളരെയധികം ശ്രദ്ധിക്കണം. എംപ്ലോയ്മെന്റ്
ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യണം ആ കമ്പനി എങ്ങനെയാണ്, അതിന് എന്തോരം സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം നടക്കും. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ച് വേണം എംപ്ലോയ്മെന്റിന്റെ കാര്യം നോക്കി ചെയ്യാൻ. അത് പേഴ്സണലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ? Okay. Now, so one of my cousins is actually studying in Canada right now. അപ്പൊ പുള്ളി ജോലിയും ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പം will he get a PR once he studies? ഈ കനേഡിയൻ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ അവിടെയും വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോ പ്രൈവറ്റ് കോളേജസ് എടുക്കരുത്, ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ടഡ് കോളേജ്, അല്ലെങ്കിൽ അതിനെ കമ്മ്യൂണിറ്റി കോളേജസ് എന്ന് പറയും. ഈ ഏജൻസ്, ഒരു നോർമലി ഉള്ള ലോക്കൽ ഏജൻസ്, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അത്ര അറിയില്ല. ചിലവര് ഹൈഡ് ചെയ്തിട്ട് അവരുടെ ക്വാളിഫിക്കേഷൻ ഹൈഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഗവൺമെന്റ് ഫണ്ടഡ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലോട്ട് വേണം എപ്പോഴും അഡ്മിഷൻ എടുക്കാൻ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഒരു 2 വർഷത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന് 3 വർഷത്തെ PGWP കിട്ടും. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ്, PGWP എന്ന് പറയും. അതിന് ചിലവര് സ്റ്റേ ബാക്ക് എന്ന് പറയും, പക്ഷെ ആക്ച്വലി അത് PGWP ആണ്. അപ്പൊ PGWP കിട്ടിയാൽ 2 വർഷത്തെ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 വർഷത്തെ PGWP കിട്ടും. അപ്പൊ ആ സ്റ്റുഡന്റിന് 1 വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് CEC മുഖാന്തരം ആ സ്റ്റുഡന്റിന് PR അപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ പ്രൈവറ്റ് കോളേജസിലേക്ക് പോകാൻ നേരത്ത് അങ്ങനെ ഒരു PGWP കിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കുട്ടികൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ചിലർ 1 ഇയർ കോഴ്സ് എടുക്കും. 1 ഇയർ കോഴ്സ് എടുത്താൽ നമുക്ക് 1 ഇയറിന്റെ PGWP കിട്ടുള്ളൂ. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ എക്സ്പീരിയൻസ് വന്നാലേ നമുക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ PR അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇവര് ആ 1 ഇയർ ചില സമയത്ത് എത്തില്ല. അപ്പൊ അവര് തിരിച്ച് നാട്ടിലോട്ട് എവിടെയാണെന്ന് വെച്ചാൽ അവര് തിരിച്ചു പോരേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികള് അവര് ചിലവർ അറ്റ്ലാന്റിക് പ്രൊവിൻസസിലോട്ട് മൂവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ എൻഡോഴ്സ്മെന്റ് ലെറ്റർ എടുത്തിട്ട് PR അപ്ലൈ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പക്ഷെ എപ്പോഴും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് 2 ഇയർ കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത 1 ഇയറിന്റെ കോഴ്സ് എടുക്കുക. അപ്പോഴും PGWP 3 ഇയേഴ്സിന്റെ കിട്ടും. അതേസമയം 1 വർഷത്തെ കോഴ്സ് ചെയ്ത് പിന്നെ 1 വർഷത്തെ PGWP എടുത്തു കഴിഞ്ഞാൽ പിന്നെ PGWP കിട്ടൂല. ലൈഫിൽ ഒരിക്കലും മാത്രമേ PGWP കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് സ്റ്റുഡൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും. അതുപോലെ തന്നെ ഭയങ്കര ടഫ് ആയിട്ടുള്ള കോഴ്സസ് എടുക്കാതിരിക്കുക. ഇപ്പൊ ലേസർ ടെക്നോളജി, നാനോ, അങ്ങനെ ചില ഈസിയാണ്. നമ്മുടെ ലക്ഷ്യം PR ആവുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സസ് എടുക്കുക. അപ്പൊ അത് അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം, 20 hours അവിടെ ചെല്ലുമ്പോൾ പാർട്ട് ടൈം ചെയ്യാം, വെക്കേഷൻസിന് ഫുൾ ടൈം ചെയ്യാം. അപ്പൊ നമ്മുടെ ലക്ഷ്യം PR ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പോവാം. അതുപോലെ തന്നെ ചില കുട്ടികൾ ചോദിക്കും +2 കഴിഞ്ഞ് പോണതാണോ നല്ലത്, ഡിഗ്രി കഴിഞ്ഞ് പോണതാണോ നല്ലത്? നമ്മൾക്ക് എപ്പോഴും +2 കഴിഞ്ഞ് പോയാലും നല്ലതാണ്. കാരണം നമ്മളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്താ നോക്കുന്നത്, +2, ഡിഗ്രി, PG. പക്ഷെ നമ്മൾക്കിപ്പോ ഓൾമോസ്റ്റ് എവറി എന്താ പറയാ എല്ലാ ഒരു മിക്ക യൂറോപ്യൻ നേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ കാനഡ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ ഡിപ്ലോമ ചെയ്യും, അല്ലെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ചെയ്യും, അത് കഴിഞ്ഞ് PG ഡിപ്ലോമ ചെയ്യും. അപ്പോ നമ്മളുടെ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ +2 കഴിഞ്ഞ് പോയി ഒരു 2 ഇയർ കോഴ്സ് എടുത്തു, PG നോർമൽ ഡിപ്ലോമ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് PR ആയി കഴിഞ്ഞിട്ട് പിന്നീടായാലും അവർക്ക് പഠിക്കാൻ നേരത്തെ ഡൊമസ്റ്റിക് സ്റ്റുഡന്റിന്റെ ഫീസേ വരുന്നുള്ളൂ. അതായത് 4/1 ഫീസേ വരുള്ളൂ. അപ്പൊ അങ്ങനെയും ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പല രീതിയിലും എഡ്യൂക്കേഷൻ അപ്രോച്ച് ചെയ്യാം. പക്ഷെ എഡ്യൂക്കേഷൻ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പൊ കാനപ്രൂവ് പോലെയുള്ള കമ്പനീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പൊ കാനപ്രൂവ് വി ഡസ് സ്റ്റുഡന്റ് വിസ ഫോർ അവർ സ്റ്റുഡൻസ്, we does their work permit and then we does their PR, as well as we will do their citizenship. കാരണം നമ്മൾ അതിന് ഓതറൈസ്ഡ് ആണ്. ബാക്കിയുള്ള ഒരു സാധാരണ ഒരു ലോക്കൽ ഏജൻസി ആണെങ്കിൽ അവർ സ്റ്റുഡന്റിന്റെ കോഴ്സിന് പറഞ്ഞഴക്കും, അവർക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും, അതോടെ കഴിയും. അതായത് അവിടെ ചെന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുശേഷം അവിടെ എത്തിയിട്ട് PR എടുക്കേണ്ട പ്രോസസ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ അതൊരു അവർക്കൊരു ആഡഡ് സർവീസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ മാരീഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം അവർക്ക് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കൊണ്ടുപോകാം. സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എത്ര നാൾ കാനഡയിൽ ഉണ്ടോ അത്രയും നാളത്തെ ഓപ്പൺ വർക്ക് പെർമിറ്റ് സ്പൗസിന് കിട്ടും. അപ്പോ ചിലപ്പോ സ്പൗസ് 1 ഇയർ ജോലി ചെയ്ത് കഴിയുമ്പോഴേക്കും സ്പൗസിന്റെ ട്രാക്ക് വെച്ചിട്ട് നമുക്ക് PR അപ്ലൈ ചെയ്തെടുക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് PR-ലോട്ട് ഇത് എടുക്കാൻ പറ്റും. ഇനി ചില നഴ്സസ് അവർ ചെയ്യുന്നത്, ഇപ്പൊ നഴ്സസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കോഴ്സ് ചെയ്യാൻ പോയിട്ട് അവരുടെ NCLEX-RN, അതായത് കനേഡിയൻ രജിസ്റ്റേർഡ് നഴ്സ് ആവുന്ന NCLEX-RN പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ അതനുസരിച്ചുള്ള ജോലി അവിടെ നോക്കി അങ്ങനെയും കയറുന്ന ഒത്തിരി ആളുകളുണ്ട്. ഹൗ ഇസ് ദാറ്റ് പ്രോസസ് ആക്ച്വലി? ഇപ്പൊ നാട്ടിൽ നിന്ന് രജിസ്റ്റേർഡ് നഴ്സസ് ആണ് കാനഡയിലേക്ക് പോകുന്നതെങ്കിൽ അവർക്ക് അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രോസസ്, രജിസ്റ്റേർഡ് നഴ്സായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യണമെങ്കിൽ NCLEX-RN അത് ക്ലിയർ ചെയ്യണം. ഇപ്പൊ NCLEX-RN ക്ലിയർ ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് അവിടെ IELTS ആണ്. ഇമിഗ്രേഷന് അവർക്ക് ജനറൽ IELTS മതി. ബട്ട്
NCLEX RN അവർക്ക് അക്കാഡമിക് IELTS വേണം. അതിന് ഈച്ച് ബാൻഡ് 7 ആണ് വേണ്ടത്. അപ്പൊ ആ ഒരു സ്കോർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് NCLEX RNന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്ത് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് അവരുടെ അവിടുത്തെ എക്സാം എഴുതി കഴിഞ്ഞാൽ NCLEX RN പാസ് ആയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. അതൊരു വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണതും ഇപ്പൊ വേറെ സപ്പോർട്ട് വർക്കർ അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ ഒരാള് പഠിക്കാൻ വേണ്ടിയിട്ട് കാനഡയിലേക്ക് ഓപ്റ്റ് ചെയ്യാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിക്കേണ്ടായിരുന്ന അതേ കാര്യമാണ്. സോ ദേ വാണ്ട് ദെയർ സ്പൗസ് ടു ബി ദെയർ വിത്ത് ദെം ആൻഡ് ഓൾസോ അവർക്ക് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും കുട്ടികളെയും സ്പൗസിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ പഠിക്കുന്ന സമയത്ത്? ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ഒത്തിരി കേസസും ഉണ്ട്. ബട്ട് ഇപ്പം ചില കേസസിൽ നമ്മൾ ഓരോ കേസ് നോക്കുമ്പോഴും ചില കേസസിൽ നമ്മൾ ആദ്യം സ്റ്റുഡന്റ് പോയി കഴിഞ്ഞിട്ട് സ്റ്റുഡന്റിന്റെ സ്റ്റഡി പെർമിറ്റ് എല്ലാം കഴിഞ്ഞ്, അതായത് അവിടുത്തെ സ്റ്റുഡന്റിന്റെ ഫോർമാലിറ്റി തീർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്പൗസിന്റെ ആപ്ലിക്കേഷൻ എടുക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് സ്പൗസിനും കുട്ടികൾക്കും മൂവ് ചെയ്ത് പോകാം ഓപ്ഷൻ ഉണ്ട് അല്ലേ? Okay, and now if one becomes a PR, നമുക്ക് തിരിച്ചു നമ്മുടെ ഹോം കൺട്രിയിലേക്ക് വന്ന് താമസിക്കാൻ പറ്റുമോ? എത്ര വർഷം അല്ലെങ്കിൽ എത്ര നാള് താമസിക്കാൻ പറ്റും? അതായത് PRന്റെ റെഗുലേഷൻ അനുസരിച്ച് നമ്മൾക്ക് നമ്മൾ ആ കൺട്രി സ്വന്തമായിട്ട് എടുക്കണേ. അപ്പൊ ആ രാജ്യം നമ്മളെ PR ആയിട്ട് എടുക്കുമ്പോൾ ദേ ആർ ആക്സെപ്റ്റിംഗ് യു ആസ് ദെയർ ഓൺ. അപ്പൊ നമ്മൾക്ക് അതിനുള്ള എല്ലാ ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം, ബിസിനസ് തുടങ്ങാം, ജോലി മാറാം, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും ഏത് കൺട്രിയും ട്രാവൽ ചെയ്യാം. അങ്ങനെ എല്ലാ ബെനിഫിറ്റ്സും അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇന്ത്യയിൽ വരാം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിൽക്കാം, അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അവിടെ ഇനി വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ കനേഡിയൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യും. അപ്പൊ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അവിടെ പോകും. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് അവർക്ക് OCIക്ക് അപ്ലൈ ചെയ്യാം. ഓവർസീ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതിനൊരു ഗ്രീൻ കളർ പാസ്പോർട്ട് ഉണ്ട്. അത് അവരുടെ ലൈഫ് ടൈം ആയിട്ടുള്ള പാസ്പോർട്ടാണ്. അപ്പൊ OCI അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പും ഉണ്ടാവും, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടാവും, കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഉണ്ടാവും. ഈ കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കണോണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിസ ഇല്ലാണ്ട് ട്രാവൽ ചെയ്യാം. ഒരു മിക്ക കൺട്രീസിലും ദേ ക്യാൻ ജസ്റ്റ് ടേക്ക് ദ പ്ലെയിൻ ആൻഡ് ഗോ. അതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ദേ വിൽ ഹാവ് ദ വോട്ടിംഗ് റൈറ്റ്. Okay. Now, how is it different from having a PR and the citizenship? ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് ഡിഫറൻസ് ആണ് മെയിൻ. അവർക്ക് ആ വോട്ടിംഗ് റൈറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ദേ ക്യാൻ ട്രാവൽ അക്രോസ് ഓൾമോസ്റ്റ് എവറി കൺട്രീസ് വിത്തൗട്ട് എ വിസ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പൊ അവർക്ക് വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പക്ഷെ കാനഡ PR ആയാലും സിറ്റിസൺ ആയാലും അവിടെ എല്ലാവരും അറിയപ്പെടുന്നത് സോഷ്യൽ ഇൻഷുറൻസ് നമ്പറിലാണ്, സിൻ നമ്പർ എന്ന് പറയും. അവിടെ സിറ്റിസണും PRനും തമ്മിൽ വേർതിരിവില്ല. ആകെ ഒരു ഇതുള്ളത് അവർക്ക് ആ വോട്ടിംഗ് റൈറ്റ് ഉണ്ട് സിറ്റിസൺ ആകുമ്പോൾ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ട്രാവൽ ചെയ്യാനും അതിനൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സിറ്റിസൺഷിപ്പ് എടുക്കാറുണ്ട്. Now we come to the next question. ഒരു സ്റ്റുഡന്റ് ആയിട്ട് അവിടെ പോകുന്നതാണോ നല്ലത്, അതോ PR കിട്ടിയതിനു ശേഷം പോകുന്നതാണോ? അത് നമ്മൾ ഓരോ കേസ് ബൈ കേസ് എടുക്കണം. ഇപ്പൊ നമ്മളുടെ അടുത്ത് ചിലപ്പോൾ ഒരു ഇമിഗ്രേഷൻ റിലേറ്റഡ് ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ 2 പേരുടെ പ്രൊഫൈൽ നോക്കും. അപ്പൊ ഇമിഗ്രേഷന് ചിലപ്പോൾ ഒരാള് സ്യൂട്ടബിൾ ആയിരിക്കും, ഒരാൾ എഡ്യൂക്കേഷന് സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പൊ ഏത് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യണ പോലെ ക്ലയന്റിന് അത് പറ്റുമെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് 2 മെത്തേഡ് കൊടുക്കും. ചിലപ്പോൾ 2 പേരും 2 കാറ്റഗറീസ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ 2 പേരുടെ പേരിലും ഇമിഗ്രേഷൻ ഫയൽ ചെയ്യും. ഇതേപോലെ തന്നെ ഒരാൾ സ്റ്റുഡന്റ് വിസക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്ലയന്റിന്റെ അടുത്ത് നമ്മൾ ഡയറക്റ്റ് ചെയ്യും. സ്റ്റുഡന്റ് വിസ ആയാലും അപ്രോച്ച് ചെയ്യാം. സ്റ്റുഡന്റ് വിസ ചെയ്താൽ വേഗം അവർക്ക് എളുപ്പത്തിൽ പോവാം. ഓൺലി തിങ് ഇസ് അതിനകത്ത് ട്യൂഷൻ ഫീസ് വരും. പക്ഷെ അവർക്ക് അവിടെ എളുപ്പത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും പോവാം. അപ്പൊ അത് ഓരോ കേസ് ബൈ കേസ് അനുസരിച്ചിരിക്കും. Okay. And one more question to conclude with would be, recently Canada, the immigration minister has changed, right? So is that any sort of advantage to us Indians? അത് മലയാളികൾക്ക് മാത്രമല്ല, അവിടെ ഇപ്പൊ പുതിയ ഇമിഗ്രേഷൻ മിനിസ്റ്റർ വന്നിട്ടുണ്ട്. ട്രൂഡോന്റെ ഗവൺമെന്റിൽ ഇപ്പോ ഷോൺ എന്ന് പറഞ്ഞ ഒരു ഇമിഗ്രേഷൻ മിനിസ്റ്ററാണ്. He is actually from an Atlantic province. അത് Nova Scotia, I think. അപ്പം ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ നിന്നാണ് ഇമിഗ്രേഷൻ മിനിസ്റ്ററിനെ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്റെ ഒരു നിഗമനമാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇമിഗ്രേഷന് കിട്ടും എന്നുള്ളത്. കാരണം അറ്റ്ലാന്റിക് പ്രൊവിൻസസിന്റെ ഇമിഗ്രേഷൻ അവർ ഒത്തിരി ഇപ്പൊ പ്രൊമോട്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് അവിടെ നിന്നുള്ള ഒരാളെ അതിന് സെലക്ട് ആയി വന്നേക്കുന്നുള്ളത്. They are focusing on provincial nominee programs അല്ലെങ്കിൽ
അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാംസ്. അപ്പോൾ അതാണ് അവിടെ നിന്നുള്ള ഒരു ഇമിഗ്രേഷൻ മിനിസ്റ്റർ വന്നേക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു നിഗമനമാണ്. You feel that it could actually help people who are looking for Canada immigration, അല്ലേ? Alright, so I think we've mostly covered all the questions. ഇപ്പൊ എല്ലാവരുടെയും അങ്ങോട്ടേക്ക് കാനഡ ഇമിഗ്രേഷൻ നോക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ബേസിക് ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ you can definitely contact CanApprove Immigration Services. There's a number to contact. ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. It is 054-9971-013. 054-9971-013 is the number that you can contact on. അല്ലെങ്കിൽ നമുക്ക് തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ we'll give you all the details. And നോക്കി കഴിഞ്ഞാൽ if you could just tell me about CanApprove Immigration Services. എവിടെ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് നിങ്ങൾ? CanApprove it's actually a Canadian company. We have operations in Canada. We have it in Middle East. We have it in India. So, but basically it's a Canadian company. CanApprove ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം തന്നെ നമ്മളുടെ CanApprove head ചെയ്യുന്നത് തന്നെ the directors of the company, they are lawyers. Both of them are lawyers. അപ്പോൾ CanApprove it's been around 23 years, about 23 years now. And we are authorized by the Canadian government to represent immigration cases to Canada. There are different types of immigration, like business migration and entrepreneur category and express entry and അങ്ങനെ പലതരത്തിലുള്ള ഇമിഗ്രേഷൻസും CanApprove ചെയ്തു വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ സ്റ്റുഡൻസിന് നമ്മൾക്ക് ഒത്തിരി ഫോക്കസ്ഡ് ആണ്. സ്റ്റുഡൻസ് ഒത്തിരി CanApprove വഴി പോകുമ്പോൾ ഒത്തിരി അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ആ PR-ഉം എല്ലാം സ്റ്റുഡൻസിന് ചെയ്യുന്നുണ്ട്. Thanks a lot for joining me. That was Boni Manuel. He's the International Business Operations Manager of CanApprove Immigration Services. Thanks a lot. ഇനിയും നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ you can always message us and we could check the answers from Boni and get back to you. Thank you for joining me, Boni. Thank you.